പാചകവാതക പ്രതിസന്ധി, അതിനുശേഷം വാണിജ്യ സിലിണ്ടർക്ക് വില കൂട്ടി. ഇനി ഭക്ഷ്യവസ്തുക്കൾക്ക് വില കൂട്ടുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളില്ലാതെ നിൽക്കുകയാണ് ഹോട്ടൽ ഉടമകൾ. ഹോട്ടൽ മേഖല അതീവ പ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, ഭയങ്കര പ്രതിസന്ധിയാണ്. 10 വർഷമായിട്ട് ഹോട്ടൽ നടത്തുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇല്ലാത്ത ഒരു പ്രതിസന്ധിയാണ് ഹോട്ടൽ മേഖലയിലുള്ളത്. കാരണം വെച്ചാൽ പാചകവാതകം വില അമിതമായി കൂടിയെന്നുള്ളത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങൾക്കും വില കൂടിയെന്നുള്ളതാണ്. നമുക്ക് ഇപ്പോൾ വില ഇപ്പോഴത്തെ ഇതിൽ ഞങ്ങളിവിടെ ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 10 വർഷം കൊണ്ട് ഈ ഹോട്ടലുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ കച്ചവടം തീരെ കുറഞ്ഞു പോകുമെന്ന് തോന്നിയാൽ ഉടനെ അടച്ചിടും. അത് മാത്രമേ മാർഗ്ഗമുള്ളൂ. ഈ പാചകവാതകം മാത്രമല്ല, കാരണം മലക്കറി ഭയങ്കരമായിട്ട് വില കൂടി, പിന്നെ മീൻ ഭയങ്കരമായിട്ട് വില കൂടി, ഇരട്ടി വിലയിലോട്ട് വന്ന് ഇറച്ചി വില കൂടി, എല്ലാ സാധനങ്ങളും വില കൂടി. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ സാധനങ്ങളും വില കൂടി. അത് പോയിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ തൊഴിലാളി ക്ഷാമം ഇപ്പോൾ ഒരു വലിയ, ഞങ്ങൾക്ക് മാത്രമല്ല എല്ലായിടത്തും തൊഴിലാളി ക്ഷാമം ഒരു ഭയങ്കര പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഈ ഹിന്ദിക്കാരെല്ലാം നാട്ടിലോട്ട് പോയി, തമിഴ്നാട്ടുകാരെല്ലാം അവിടെ നാട്ടിലോട്ട് പോയി. ഇപ്പോൾ ഈ വന്നവർക്ക് തന്നെ ശമ്പളം ഒരുപാട് കൂടുതൽ കൊടുത്താണ് ഇപ്പം പണി ചെയ്യിപ്പിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്ന് എത്തിക്കുന്നത്. അപ്പം പിന്നെ അടച്ചിടുക എന്നുള്ളത് മാത്രമേ ഒരു മാർഗ്ഗമുള്ളൂ. വെച്ചാൽ നമ്മൾ വില കൂട്ടുമ്പോൾ ചെറിയതായിട്ടെങ്കിലും ഞങ്ങൾ വില കൂട്ടിക്കഴിഞ്ഞാൽ അത് വരുന്നവരെ നമ്മൾ സ്ഥിരം വരുന്ന ആൾക്കാർ അതൊരു വലിയ പരാതിയായിട്ട് വരും. വില കൂട്ടി ഞങ്ങൾക്ക് എന്തോ ഭയങ്കരമായിട്ട് കിട്ടുന്നു എന്നുള്ള ധാരണയിലാണ് ചില ആൾക്കാരുള്ളത്. കുറച്ച് ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും അമിതമായി ഹോട്ടലിൽ വില കൂട്ടുന്നു എന്നുള്ളതാണ്. എല്ലാ സാധനങ്ങൾക്കും വില കൂടി. ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ പിന്നെ തൊഴിലാളികളുടെ പ്രശ്നം, തൊഴിലാളി പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ ഞങ്ങൾ നേരത്തെ ഒരു 1000 രൂപ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നതിന് ഇപ്പോൾ ഒരു 1250, 1300 രൂപ ശരാശരി കൊടുത്താലും ആൾ കിട്ടാത്ത ഭാഗമാണ്. കാരണം നമുക്കൊരു ദിവസം റണ്ണാക്കണമെങ്കിൽ ഏകദേശം ഒരു 8-10 തൊഴിലാളി വേണം. ഈ 10 അല്ല, അതിന് ഇത് ഹോട്ടൽ വ്യവസായം എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ് പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് ഹോട്ടൽ ആർക്കെന്ന് പറയണത് ഒരു മിനിമത്തിന് മുകളിൽ നമുക്ക് വില കൂട്ടാനൊക്കത്തില്ല. ഇപ്പോൾ വെളിയിൽ നിങ്ങൾ പോയി വലിയ ഹോട്ടലിൽ പോയി ഒരു ചായ വാങ്ങിച്ച് 25 രൂപ, കോഫിക്ക് 25 അല്ലെങ്കിൽ 30 രൂപ കൊടുത്ത് വാങ്ങിച്ച്, ഇപ്പോൾ ആര്യാസിൽ പോയി കഴിക്കുന്നവൻ അവൻ്റെ കോഫി ആകുമ്പോൾ 35 രൂപ ചാർജ് ചെയ്യും. ആർക്കും പരാതിയില്ല, അവർ കഴിച്ചിട്ടങ്ങ് പോകും. നമ്മളെപ്പോലെയുള്ള ഏകദേശം ഇടത്തരത്തിൽ നിൽക്കുന്നവർക്കാണ് പരാതി അത്രയും വരുന്നത്. കോഫിക്ക് ഇത്രയും കൂട്ടിക്കളഞ്ഞു, കോഫിക്ക് 5 രൂപ കൂടി, 6 രൂപ കൂടി, 3 രൂപ കൂടി, ഓരോ സാധനത്തിനും വില കൂടിയെന്ന് പറഞ്ഞു വരുന്നത്. ഈ ആവറേജിന് മുമ്പേയും ആവറേജിന് മുകളിൽ വിറ്റുകൊണ്ടിരുന്ന കടക്കാരുണ്ട്. അവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഈ ഇടത്തരക്കാരും ഈ തട്ടുകടക്കാരും ഇടത്തര ഹോട്ടലുകളിലാണ് ഈ പ്രതിസന്ധി കൂടുതലുള്ളത്. എന്നുവെച്ചാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകളും വെളിയിൽ നിന്ന് വന്ന സ്റ്റാഫുകൾക്ക് അവർക്ക് വേണമെങ്കിൽ ശമ്പളം കുറച്ച് കൂടുതൽ കൊടുക്കുകയോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വില ഉള്ളതുകൊണ്ട് വില കിട്ടുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്ന ഒരു സാധനം, നമ്മൾ 15 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം അവർ വിൽക്കുന്നത് 30 രൂപയാണ്. അപ്പോൾ ഇരട്ടി വിലയായി. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും ഈ മലക്കറിക്ക് വില കൂടി, അതുപോലെ തന്നെ മീന് എല്ലാത്തിനും വില കൂടിയ സ്ഥിതിക്ക് ഈ സാധനങ്ങൾക്ക് വില കൂട്ടാതിരിക്കാൻ എന്തായാലും നിവർത്തിയില്ല. വില കൂട്ടിയാലും നമുക്കൊരു കണക്കിനെ നമുക്ക് വില കൂട്ടാനൊക്കെ ഉള്ളൂ. ഈ ആവറേജ് കടക്കാർക്ക്, ഒരു മിനിമം കടക്കാർക്ക് എന്ന് പറഞ്ഞത് നമുക്കൊരു കണക്കിന് മുകളിലോട്ട് പോകാൻ ഒക്കത്തില്ല. വലിയ കടക്കാർക്കാണെങ്കിൽ പ്രശ്നമില്ല. വലിയ ഹോട്ടലുകാർ ഒരുപാട് പേരുണ്ട്. സിറ്റിയിൽ വലിയ ഹോട്ടലുകാർ വലിയ എമൗണ്ട് കൊടുത്ത് കഴിക്കുന്നവർ, അവർക്കൊന്നും വലിയ പ്രശ്നങ്ങൾ വരാനില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെന്ന് പറയുന്നത് ഇടത്തരം ആയതുകൊണ്ട് ഇടത്തരം ആൾക്കാരുമാണ് ഇവിടെ കഴിക്കുന്നത്. കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായാലും ആൾക്കാരായിരുന്നാലും അവരൊരു ലിമിറ്റിന് മുകളിൽ കാര്യങ്ങൾ കൊണ്ടുപോകില്ല. പിന്നെ അല്ലെങ്കിൽ അവർ കഴിക്കാതിരിക്കുക എന്നുള്ളത് നിർത്തില്ല. നമ്മൾ ഒരുപാട് വില കൂട്ടിയാൽ അവർ കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ മാർഗ്ഗമുള്ളൂ. ഇപ്പോൾ ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞത് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൂടിയില്ല. നമുക്കിവിടെ വരുന്ന കുറേ കസ്റ്റമർ ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ അവർ ഈ ജീവിത ചെലവുകളെല്ലാം പരിമിതപ്പെടുത്തിയാണ് കൊണ്ടുപോകുന്നത്. ഇത്ര രൂപ നമ്മൾ ഹോട്ടലിൽ കൊടുക്കുന്നു, രാവിലെ ചായ കുടിക്കുന്നത് 2 ചായ, ഉച്ചയ്ക്ക് ഊണ് ഇത്ര രൂപയ്ക്കുള്ള ഊണ് കഴിക്കണം, അങ്ങനെയാണ് പോകുന്നത്. ഇല്ല, ഇപ്പം നമ്മളൊരു 10 കുറ്റി അവർ ചോദിച്ച് പൈസ അഡ്വാൻസ് അടച്ച്, നേരത്തെ എന്ന് പറയുന്നത് ഗ്യാസ് എന്ന് പറഞ്ഞത് അവർ കൊണ്ടു തരുമായിരുന്നു, പൈസ നമ്മൾ കൊടുത്താൽ മതി, അങ്ങനെ വെക്കൊണ്ടിരുന്നു. ഇപ്പോഴെന്ന് പറയണത് നമ്മൾ പൈസ അഡ്വാൻസ് കൊടുത്താൽ പോലും നമ്മളൊരു 10 സിലിണ്ടർ വേണമെന്ന് പറഞ്ഞാൽ അതിലൊരു 3 എണ്ണം തരും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഐറ്റങ്ങൾ കുറച്ചു നമ്മൾ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഒരു 3 കുറ്റി 3-4 കുറ്റിക്കകത്ത് വേണം. പക്ഷേ അത് നമുക്ക് റെഗുലർ കിട്ടിയില്ല എങ്കിൽ പിന്നെ ഇടയ്ക്ക് നിന്ന് പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ ഐറ്റം കുറച്ചിട്ട് ഏതെങ്കിലും ഒരുമിച്ച് ചെയ്തെടുക്കുന്ന ഐറ്റങ്ങൾ മാത്രം. ഇപ്പോൾ നമ്മളിപ്പം ഇടിയപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് മാത്രമേ ചെയ്യാനൊക്കുള്ളൂ. നമുക്കിപ്പോൾ ലൈവായിട്ട് നേരത്തെ കൊടുത്തുകൊണ്ടിരുന്ന പോലെ എല്ലാവർക്കും വരുന്നവർക്കെല്ലാം അപ്പോൾ അവർ ഇരുന്നതിന് ശേഷം നമ്മൾ ഓർഡർ എടുത്ത് ചൂടായി കൊടുക്കുക എന്നുള്ള കാര്യം ഇപ്പോഴത്തെ കണ്ടീഷനിൽ നടക്കാത്തൊരു കാര്യത്തിലുണ്ട്. വലിയ പ്രതിസന്ധിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നതെന്നാൽ ഈ കുറ്റമെല്ലാം ഞങ്ങളുടെ ഭാഗത്തേക്ക് വരും. ഇതാണ് ഇപ്പോഴത്തെ ഹോട്ടൽ വ്യവസായം എന്ന് പറഞ്ഞാൽ. അടച്ചു പൂട്ട് എല്ലാവരും അടച്ച് ഏകദേശം പേരും കുറേ ആൾക്കാർ ഏകദേശം ഒരു 30% പേർക്കോളം അടച്ചു പൂട്ടി. ഇനി ബാക്കിയുള്ളവരും കൂടി ഇത് പൂട്ടി പോകുന്നൊരു കണ്ടീഷനൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും ഹോട്ടൽ മേഖല
ഒരു അതീവ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ആദ്യം പാചകവാതക പ്രതിസന്ധിയാണ് ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചു. മാത്രമല്ല ഉത്തരേന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ള തൊഴിലാളികളെല്ലാം തന്നെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയി. മാത്രമല്ല ഈ പാചകവാതകത്തിനൊക്കെ തന്നെ വില കൂടിയതിനനുസരിച്ച് പച്ചക്കറികൾക്കും അതുപോലെ തന്നെ മീൻ, ചിക്കൻ എന്ന് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കെല്ലാം തന്നെ വില കൂടി. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഓരോ ഹോട്ടൽ ഉടമകളും. ഇത്തരത്തിൽ വലിയ ഹോട്ടലുകളേക്കാൾ ഇടത്തരം ഹോട്ടലുകൾക്ക് അത് കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ക്യാമറ പേഴ്സൺ എസ് സനോഷിനൊപ്പം അക്ഷയ കൃഷ്ണാനന്ദ്, മീഡിയ 1.